ടെൻസ് ആൻഡ് ഇൻട്രോ. ടെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ടെൻസ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്കത് മനസ്സിലാവുക, എങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും, എങ്ങനെ നമുക്കത് ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പഠനമാണ് നമ്മളന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും നമ്മോട് പറയും കാലം എന്നാണ്. എന്നാൽ കാലം എന്നല്ല, ആക്ഷൻസ് ഇൻ ടൈം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതായത് ടൈം റിലേറ്റഡ് ആക്ഷൻസ്, സമയബന്ധിതമായിട്ടുള്ള പ്രവൃത്തികൾ. ഒരു പ്രവൃത്തി അതിൻ്റെ സമയം നോക്കിയിട്ട് നിശ്ചയിക്കുന്നതിനാണ് ടെൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സമയത്തെ ഒരു പ്രവൃത്തി, അതാണ്. അല്ലാതെ കാലമല്ല, പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പം നമുക്ക് 3 ടൈപ്സ് ഓഫ് ടെൻസ് ഉണ്ട്. 3 തരത്തിലുള്ള ടെൻസാണ് നമുക്കുള്ളത്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇങ്ങനെ 3 തരം ടെൻസാണുള്ളത്. പ്രസൻറ്റ് നമുക്കറിയാം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് വർത്തമാനകാലം. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാലം, അതായത് ഭൂതകാലം എന്ന് പറയും. ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം, വരാൻ പോകുന്ന കാലം എന്ന് പറയും. ഈ 3 ടെൻസിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ടെൻസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവണമെങ്കിൽ അയാൾ ടെൻസ് പഠിച്ചേ പറ്റൂ. അല്ലെങ്കിൽ വൃത്തിയായിട്ട് എഴുതാനും, നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ വൃത്തിയായിട്ട് എഴുതാൻ കഴിയണമെങ്കിൽ ടെൻസ് പഠിച്ചേ പറ്റൂ. കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ചോദിക്കുക പറയുക, ചോദിക്കുക പറയുക, ആ പറച്ചിലുകളെല്ലാം വരുന്നത് ടെൻസിലാണ്. ചോദ്യങ്ങൾ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും ടെൻസ് കഴിഞ്ഞതിന് ശേഷം. അപ്പം നോക്കാം നമുക്ക്. എല്ലാ ടെൻസുകൾക്കും 3 ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അപ്പം ഈ 3 ടെൻസും എങ്ങനെയാണ് വരുന്നത്? അപ്പം 3 ടെൻസിനും 4 വീതം സബ് ഡിവിഷൻസ് ഉണ്ട്. There are 3 tenses in English and 4 subdivisions for each. ഓരോ ടെൻസിനും 4 വീതം സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് പ്രസൻറ്റിൽ വരുമ്പോൾ എങ്ങനെ വരും? സിമ്പിൾ പ്രസൻറ്റ്. പാസ്റ്റ് ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, ഫ്യൂച്ചർ ആകുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ. പ്രസൻറ്റിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4 വീതം സബ് ഡിവിഷൻസ് ഉണ്ട് ഓരോ ടെൻസിനും. അപ്പോൾ മൊത്തത്തിൽ എത്രയായി? 12 ടെൻസായി. ഈ 12 സ്ട്രക്ചറിലാണ്, ഘടനയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്കിനി ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിലൊന്നാമത്തെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് ലോകത്തെ എല്ലാത്തിനും ഓരോ സ്ട്രക്ചർ ഉള്ളതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനും ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഘടനയുണ്ട്. ആദ്യം ഇത് വെക്കണം, പിന്നെ ഇങ്ങനെ എഴുതണം, പിന്നെ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം? യെസ് ഓർ ബേസ് ഫോം ഓഫ് ദ വെർബ്. പിന്നെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്വേർബിയൽ ആവാം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആവാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സബ്ജക്റ്റ് പ്ലസ് യെസ് ഓർ ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഓർ കോംപ്ലിമെൻറ്റ് ഓർ അഡ്വേർബിയൽ. ഇങ്ങനെയാണ് വരുന്നത്. ഈ എസ് ഫോമിന് നമ്മൾ യെസ് ഫോം എന്ന് പറയുന്നുണ്ട്. അതായത് ചില വേർബുകളിൽ ഇപ്പോൾ സിങ് എന്ന് പറയുമ്പോൾ സിങ്സ്, എസ് മാത്രം ചേർത്താൽ എസ് ഫോമായി. അതേസമയം ഗോ എന്നാണെങ്കിൽ യെസ് ചേർക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? എസ് ഫോം വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എഴുതാൻ കാരണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് യെസ് ഓർ ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഓർ അഡ്വേർബിയൽ ഓർ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഇത് ഓരോന്നും പഠിച്ചാലേ ഇത് വൃത്തിയായിട്ട് നമുക്ക് എഴുതാനും പറയാനും കഴിയുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ, സബ്ജക്റ്റ്.
അപ്പം ആദ്യം കൊടുത്തിട്ടുള്ളത് എന്തായിരുന്നു? സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ആ സബ്ജക്റ്റ് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടുണ്ടാവും. പൊതുവെ എല്ലാവരോടും ചോദിക്കും എന്താണ് സബ്ജക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ വിഷയം എന്ന് പറയും. വിഷയമല്ല സബ്ജക്റ്റ്. ഗ്രാമറിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷയമല്ല. ലിംഗ്വിസ്റ്റിക്സിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷയമല്ല. എന്താണ് പിന്നെ അത്? നോക്കൂ, ഡ്രൈവ്, അതിൽ ചേർത്തപ്പോൾ ഡ്രൈവർ. ഡ്രൈവർ പറഞ്ഞാൽ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഓടിക്കുക എന്നുള്ള. ഡ്രൈവർ ഓടിക്കുന്ന ആൾ, വണ്ടി ഓടിക്കുന്ന ആൾ. കോൾ വിളിക്കുക എന്നാണ്. കോളർ വിളിക്കുന്ന ആൾ. റൈറ്റ് എഴുതുക, റൈറ്റർ എഴുതുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ ഡു എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുക. അതിന് ചേർക്കുമ്പോൾ എന്താവും? ഡൂവർ, ചെയ്യുന്ന ആൾ എന്നാകും. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഇൻ സെന്റൻസസ്. ഏതൊരു സെന്റൻസ് എടുത്ത് നോക്കിയാലും അതിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണോ അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മളതിന് കർത്താവ് എന്ന് പറയും. അതായത് ക്രിയ ചെയ്യുന്ന ആള്, കർത്താവ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സെന്റൻസ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ സെന്റൻസുകളിലെ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സെന്റൻസ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെ പ്ലേ എന്ന് പറയുന്ന വേർബ് ചെയ്യുന്ന ആളാരാ? ഐ, ഞാൻ. അപ്പൊ ആ ഐ ആണ് അല്ലെങ്കിൽ ഞാനാണ് എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹൂ എന്ന ക്വസ്റ്റ്യൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്കതിലെ സബ്ജക്റ്റ് കിട്ടും. അപ്പൊ സബ്ജക്റ്റ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ്, സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ്, തേർഡ് പേഴ്സൺ സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അപ്പോൾ ഇതാണ് സബ്ജക്റ്റിൻ്റെ 3 ഡിവിഷൻസ്. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ്, സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ്, തേർഡ് പേഴ്സൺ സബ്ജക്റ്റ്. ഇനി നോക്കൂ, എന്താണ് ഈ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ? എ എന്നൊരു വ്യക്തി, ബി എന്ന മറ്റൊരു വ്യക്തി. എ എന്ത് ചെയ്യുന്നു? ബിയോട് സംസാരിക്കുന്നു. അപ്പോൾ എ ആണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. കേട്ടിരിക്കുന്ന, അതായത് ഫസ്റ്റ് പേഴ്സണെ ലിസൺ ചെയ്യുന്ന, കേട്ടിരിക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി ഈ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും, അതായത് ഈ എയും ബിയും സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചോ പറയുന്നുണ്ട് എങ്കിൽ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ എ ബിയോട് സംസാരിക്കുന്നു. എ ആണെന്ത്? ഫസ്റ്റ് പേഴ്സൺ. ബി ലിസൺ ചെയ്യുന്നു, കേട്ടിരിക്കുന്നു. അപ്പോൾ ബി ആണ് സെക്കൻഡ് പേഴ്സൺ. ഇപ്പോൾ എയും ബിയും സിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സി ആണെന്ത്? തേർഡ് പേഴ്സൺ. അപ്പോൾ സംസാരിക്കുന്ന ആള് ഫസ്റ്റ് പേഴ്സൺ, കേട്ടിരിക്കുന്ന ആള് സെക്കൻഡ് പേഴ്സൺ. ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണെന്ത്? തേർഡ് പേഴ്സൺ. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിങ്ങനെ 3 തരം സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റ്. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റിലെ സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റിലെ സിംഗുലർ ആണ് ഐ. ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റിലെ പ്ലൂറൽ ആണ് വി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എ എന്ന വ്യക്തി ബിയോട് സംസാരിക്കുമ്പോൾ എ സംസാരിക്കുന്ന ആൾ അയാളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അയാളെ ഉദ്ദേശിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്ന പദമാണെന്ത്? ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത്. അപ്പൊ സംസാരിക്കുന്ന ആൾ ഒറ്റ ആളുള്ളൂ എങ്കിൽ അയാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഐ. ഒറ്റ ആളായതുകൊണ്ട് തന്നെ അത് സിംഗുലറാണ്. രണ്ടാമത്, ഒന്നിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ സംസാരിക്കുന്ന വക്താവായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് വി എന്ന പദമാണ്. നാം, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ 3 തരം സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അതിൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ് ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആണ് വി എന്ന് പറയുന്നത്.
ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഒറ്റ മീനിങ്ങേ ഉള്ളൂ. അതേസമയം വി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നാം, നമ്മൾ, ഞങ്ങൾ എന്നിങ്ങനെയുള്ള മീനിങ് ഒക്കെ വരുന്നുണ്ട്. അടുത്തതാണ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ്. സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ് ഒറ്റ ഒന്നേ ഉള്ളൂ. സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. യു, നീ, കേട്ടിരിക്കുന്ന ആള്, ലിസൺ ചെയ്യുന്ന ആളെ യു എന്നാണ് പറയുന്നത്. അതൊറ്റ ഒരാളാണെങ്കിലും ഒരുപാട് ആളുണ്ടെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ട ആളാണെങ്കിലും നമ്മൾ യു എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അല്ലെ? യു എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടുന്ന് എന്നൊക്കെ പറയുന്ന ഒരുപാട് പദങ്ങൾ മലയാളത്തിലുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും ഒറ്റൊരു വേർഡേ ഉള്ളൂ സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റ്. അതാണ് യു എന്ന് പറയുന്നത്. അടുത്തതാണ് തേർഡ് പേഴ്സൺ സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സബ്ജക്റ്റിൽ സിംഗുലറും ഉണ്ടായിരുന്നു പ്ലൂറലും ഉണ്ടായിരുന്നു. സെക്കൻഡ് പേഴ്സൺ സബ്ജക്റ്റിൽ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഒറ്റൊരു വേർഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് യു. ഇനി തേർഡ് പേഴ്സൺ സബ്ജക്ട്സിൽ നമുക്ക് സിംഗുലേഴ്സും ഉണ്ട് പ്ലൂറൽസും ഉണ്ട്. തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ആണ് ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, സിംഗുലർ നൗൺസ്. അപ്പം എങ്ങനെയാണ്? ഹി എന്ന് പറയുന്നത് അവൻ, അയാൾ, അദ്ദേഹം. ഷീ അവൾ, അയാൾ, അദ്ദേഹം. ഇറ്റ് ഇത്, ദിസ് ഇത്. ദാറ്റ് അത്. അപ്പൊ ദിസ് ഇവിടെ അടുത്തുള്ള ഒന്ന് ഇത്, കുറച്ച് മാറി നിൽക്കുന്ന ഒന്ന്, കുറച്ച് ദൂരെ നിൽക്കുന്ന ഒന്ന് അത്. ആൻഡ് സിംഗുലർ നൗൺസ്, സിംഗുലർ ആയിട്ടുള്ള നൗണുകൾ, അതിനെല്ലാം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ആയിട്ടാണ് പറയുന്നത്. ഏതാണ് സിംഗുലർ നൗൺസ് എന്ന് പറയുന്നത്? ബോയ്, ഗേൾ, മദർ, ഫാദർ, ലേണർ, സ്റ്റുഡൻറ്റ്, മിനിസ്റ്റർ, വർക്കർ, ഫാമർ എന്നൊക്കെ പറയുമ്പോൾ കിഡ്, ചൈൽഡ്, ഇതൊക്കെ എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുപോലെ ആഡം, ഈവ്, റാം, സീത, റഹീം. അപ്പോൾ ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, സിംഗുലർ നൗൺസ് എത്രയും വരുന്നതാണെന്ന് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്ട്സും ഉണ്ട്. നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്ക്. മൈമൂന, രവി, ഗേൾ, ഫാദർ, കിഡ്, ഫാമർ, ലേണർ, വർക്കർ, ടീച്ചർ, ഡോക്ടർ. ഇതൊക്കെ ഒരാൾ മാത്രമാണുള്ളത്. മൈമൂന ഒരാളുടെ പേരാണ് അല്ലേ? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിലൊരു കഥാപാത്രമാണ് മൈമൂന. അതുപോലെ രവി, അപ്പുക്കിളി, ലാഭിച്ചമല്ലാക്ക എന്നൊക്കെ പറഞ്ഞ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള പേരുകളെല്ലാം തന്നെ എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ നൗൺ സബ്ജക്ട്സിൽ വരുന്നതാണ്. ഇതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സിൽ വരുന്ന സിംഗുലർ നൗൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് പേഴ്സൺ പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട്. അതേതൊക്കെയാണ്? അപ്പം നേരത്തെ പറഞ്ഞ ഹിയും ഷീയും ഒക്കെ കൂടുമ്പോൾ എന്താവും? അതൊക്കെ സിംഗുലേഴ്സ് ആയിരുന്നു. അത് രണ്ടും കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൽ തന്നെ അത് പ്ലൂറലാവുന്ന സമയത്തോ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദേ എന്ന് ഉപയോഗിക്കും. അവർ എന്ന്. ദിസ് എന്നായിരുന്നു സിംഗുലർ, ഇത് എന്ന്. എന്നാൽ തൊട്ടടുത്ത് കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദീസ് എന്ന് പറയും, ഇവ എന്ന്. ദാറ്റ് എന്ത് സിംഗുലർ ആയിരുന്നു, അത് മാറി നിൽക്കുന്ന, ദൂരെ നിൽക്കുന്ന ഒന്ന് തന്നെ. എന്നാൽ മാറി നിൽക്കുന്ന ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദോസ്, അവ എന്ന് പറയാം. രണ്ടോ അതിൽ കൂടുതലോ ഉണ്ടാകുമ്പോൾ ദോസ് എന്ന് പറയാം. പ്ലൂറൽ നൗൺസ്. അപ്പോൾ ഏതൊക്കെയാണ് തേർഡ് പേഴ്സൺ പ്ലൂറൽസിൽ വരുന്നത്? ദേ, ദീസ്, ദോസ്, പ്ലൂറൽ നൗൺസ്. നേരത്തെ നമ്മൾ സിംഗുലർ നൗൺസ് കണ്ടിരുന്നത്, അതുപോലെ പ്ലൂറൽ നൗൺസ് ഉണ്ട്. പ്ലൂറൽ നൗൺസിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്യാരക്ടേഴ്സ്. മൈമൂനിയും രവിയും അപ്പുക്കിളിയൊക്കെ എന്താണ്? ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സ്. ഗേൾ, ഗേൾസ്. ഫാമേഴ്സ്, പാരൻസ്, ലേണേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഡ്രൈവേഴ്സ്, ട്രാവലേഴ്സ്. ഇതെല്ലാം എന്താണ്? പ്ലൂറലാണ്. എല്ലാം എസ് ഉണ്ട് അല്ലേ? അപ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂറൽസ് എന്ന് പറയുന്നതാണ് ദേ, ദീസ്, ദോസ് ആൻഡ് പ്ലൂറൽ നൗൺസ്. പ്ലൂറൽ നൗൺസിൽ വരുന്നതാണ് പ്ലൂറലായിട്ടുള്ള നൗണുകൾ. ദെൻ അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് കണ്ടിരുന്നത് എന്താണ്? എസ് ഓർ ബേസ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേർബിൻ്റെ ഫോം എന്ന് നോക്കാം. ഏതാണ് വേർബിൻ്റെ ഫോം? അപ്പോൾ വേർബ്
വേർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ക്രിയ, പ്രവൃത്തി എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യുന്ന എന്തോ അതാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ വേർബിന് 5 ഫോംസ് ഉണ്ട്, 5 ഫോമുകളുണ്ട്, 5 രൂപങ്ങളുണ്ട് വേർബിന്. ഒന്നാമത്തെയാണ് ഫസ്റ്റ് വൺ V1, അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് ഫോം എന്ന് പറയും, അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയും, അതും അല്ലെങ്കിൽ ഡു ഫോം എന്ന് പറയും. അപ്പോൾ V1 ആണ് ഒന്നാമത്തെ, അല്ലെങ്കിൽ ഡു ഫോം എന്ന് പറയും. രണ്ടാമത്തെയാണ് V2, അതാണ് എന്ത് പാസ്റ്റ് ഫോം, അതല്ലെങ്കിൽ ED ഫോം, അതും അല്ലെങ്കിൽ ഡിഡ് ഫോം എന്നൊക്കെ പറയും. then അടുത്തതാണ് V3, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്, അതായത് PPV എന്ന് പറയും. പാസ്റ്റിലെ വിയും പാർട്ടിസിപ്പിളിലെ വിയും വേർബിലെ വിയും, അതാണ് എന്ത് ഇപ്പം PPV എന്ന് പറയുന്നത്. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്, അല്ലെങ്കിൽ V3 എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് എന്ത് എസ് ഫോം, അല്ലെങ്കിൽ ഡസ് ഫോം എന്ന് പറയുന്നത്, അതാണ് V4. എസ് ഫോം അല്ലെങ്കിൽ ഡസ് ഫോം എന്ന് പറയും, അതാണ് V4 എന്ന് പറയുന്നത്. അടുത്താണ് എന്ത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോം, അതും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഫോം, അതും അല്ലെങ്കിൽ ING ഫോം, അതും അല്ലെങ്കിൽ V5 എന്നറിയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് V1, V2, V3, V4, V5. ഇതൊക്കെയാണ് വരുന്നത് ബേസ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, എസ് ഫോം, ING ഫോം. ഇങ്ങനെ 5 ഫോംസ് ഉണ്ട് ഏതൊരു വേർബ് എടുത്ത് നോക്കിയാൽ. നമുക്കൊന്ന് നോക്കാം. റൈറ്റ്, അതാണ് ബേസ് ഫോം, ബേസിക് ഫോമാണ്. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി, റിട്ടൺ. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റ്സ്, റൈറ്റിംഗ്. നെക്സ്റ്റ് വൺ കോൾ, കോൾഡ്, കോൾഡ്, കോൾസ്, കോളിംഗ്. പാസ്റ്റിൽ EDO, DO, TO ആയിട്ട് അവസാനിക്കുന്ന വേർബ് ഫോം V3യും V2 സെയിം ആയിരിക്കും. അതാണ് കോൾ, കോൾഡ്, കോൾഡ്, കോൾസ്, കോളിംഗ്. കം, കെയിം, കം, കംസ്, കമ്മിങ്. കമ്മിൻ്റെ V1ഉം V3യും കം തന്നെയാണ്. കം, കെയിം, കംസ്, കമ്മിങ്. കം, കെയിം, കം, കംസ്, കമ്മിങ്. സിംഗ്, സാങ്, സങ്, സിങ്സ്, സിംഗിങ്. സിംഗ് എന്നാൽ പാടുന്നു, സാങ് പാടി. ഡ്രൈവ് V2, ഡ്രോവ് V3, ഡ്രിവൺ V4, ഡ്രൈവ്സ് ING ഫോം, ഡ്രൈവിംഗ്. തിങ്ക്, തോട്ട്, തോട്ട്, തിങ്സ്, തിങ്കിങ്. ട്രാവൽ, ട്രാവൽഡ്, ട്രാവൽഡ്, ട്രാവൽസ്, ട്രാവലിംഗ്. ഈറ്റ്, ഈറ്റ്, ഏറ്റ്, ഈറ്റൻ, ഈറ്റ്സ്, ഈറ്റിംഗ്. ഈറ്റിന് പകരം നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഹാവ്, ഹാഡ്, ഹാഡ്, ഹാസ്, ഹാവിങ് എന്ന് ഉപയോഗിക്കും. walk, walked, walked, walks, walking. send, sent, sent, sends, sending. WhatsApp, WhatsApped, WhatsApped, WhatsApps, WhatsApping. post, posted, posted, posts, posting. reel, reeled, reeled, reels, reeling. അപ്പം അങ്ങനെയാണ് 5 ഫോംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് യെസ് ഓർ ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞു. അപ്പോൾ എസ്സും ബേസ് ഫോമും ഒരേ സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ബേസ് ഫോമിൻ്റെ കൂടെ ഏതൊക്കെ ഉപയോഗിക്കുക? I, we, you, they, these, those ആൻഡ് പ്ലൂറൽ നൗൺസ്. ഐയുടെ കൂടെ, വിയുടെ കൂടെ, യുവിൻ്റെ കൂടെ, ദയുടെ കൂടെ, ദീസ്, ദോസ് എന്നിവയുടെ കൂടെ, അതുപോലെ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ. ചിൽഡ്രൻ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഫാമേഴ്സ്, വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പ്ലൂറലാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ഏത് ഫോമാണ് ഉപയോഗിക്കുക? ബേസ് ഫോമാണ് ഉപയോഗിക്കുക. ഇനി എസ് ഫോം ഏതിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക? തേർഡ് പേഴ്സൺ സിംഗുലേഴ്സിൻ്റെ കൂടെയാണ് എസ് ഫോം ഉപയോഗിക്കുക. അതായത് ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ് ആൻഡ് സിംഗുലർ നൗൺസ്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയും, അതുപോലെ വി പ്ലേ ക്രിക്കറ്റ് എന്ന് പറയും.
യു റീഡ് എന്ന് പറയും. ദേ കം എന്ന് പറയും. ദീസ് ഗോ എന്ന് പറയും. ദോസ് കം എന്ന് പറയും. സ്റ്റുഡൻസ് സ്റ്റഡി എന്ന് പറയും. ചിൽഡ്രൻ പ്ലേ എന്ന് പറയും. എന്നാൽ അതേസമയം തേർഡ് പേഴ്സൺ സിംഗുലേഴ്സിൻ്റെ കൂടെ എത്തുമ്പോൾ എസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഹി പ്ലേസ്, ഷീ കംസ്, ഇറ്റ് ഗോസ്, ദിസ് കംസ്, ദാറ്റ് റൗണ്ട്സ്, സ്റ്റുഡൻറ് സ്റ്റഡീസ്, ലേണർ സ്റ്റഡീസ്, ബോയ് പ്ലേസ്, ഗേൾ സിങ്സ്, അങ്ങനെ വരും. അപ്പോൾ ബേസ് ഫോമുണ്ട്, എസ് ഫോം ഉണ്ട്. ഐ, വി, യു, ദേ, ദീസ്, ദോസ് ആൻഡ് പ്ലൂറൽ നൗൺസ്. ഇതിൻ്റെ കൂടെയാണ് ബേസ് ഫോം ഉപയോഗിക്കേണ്ടത്. അതേസമയം തന്നെ ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ് സിംഗുലർ നൗൺസ് എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ്. ഇവിടെ കൂടിയാണ് എസ് ഫോം അല്ലെങ്കിൽ ഇ എസ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ്, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു, വേർബ് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിന് മലയാളത്തിൽ കർമ്മം എന്നാണ് പറയുന്നത്. ദി ഒബ്ജക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദി ആക്ഷൻസ് ഓഫ് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റ് ചെയ്ത, ദി ഒബ്ജക്റ്റ് ഈസ് ദ റിസൾട്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസൾട്ടാണ്, ഫലമാണ്. ഓഫ് ദി ആക്ഷൻസ്, പ്രവർത്തികളുടെ ഫലം. എന്ത് പ്രവർത്തികളുടെ? ഓഫ് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റ് ചെയ്തിട്ടുള്ള, അതായത് കർത്താവ് ചെയ്ത പ്രവർത്തികളുടെ ഫലമാണെന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓർ ഹൂ ഫേസസ് ദ റിസൾട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഫേസ് ചെയ്യുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന വ്യക്തി ആരോ അയാളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ കർത്താവ് ചെയ്യുന്ന ക്രിയയുടെ, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ വേർബിൻ്റെ റിസൾട്ട്, അതല്ലെങ്കിൽ സബ്ജക്റ്റ് ചെയ്ത വേർബിൻ്റെ റിസൾട്ട് അനുഭവിക്കുന്ന ആളാരാണോ അയാളെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് കണ്ടെത്താൻ 2 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഏതൊരു സെൻറ്റൻസിലേക്കും 2 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ ആ സെൻറ്റൻസിലുണ്ട് എങ്കിൽ ആ ആൻസറാണ് ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഹും ഓർ വാട്ട്. ഹും എന്നോ വാട്ട് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു സെൻറ്റൻസിലും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് എങ്കിൽ ആ സെൻറ്റൻസിലെ ആ ആൻസറാണ് അതിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹും ഓർ വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് എന്നുള്ളതാണ്. ഹും എന്ന് പറഞ്ഞാലോ ആരെ, ആരോട്, ആർക്ക് എന്നീ 3 മീനിങ് വരുന്നുണ്ട് ഹുമിന്. ആരെ, ആരോട്, ആർക്ക്. ഇതാണ് ഹും എന്ന് പറയുന്നതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ 2 ചോദ്യത്തിൽ ഏതെങ്കിലും ചോദ്യം ഉന്നയിച്ചിട്ട് നമുക്ക് ആ സെൻറ്റൻസിലുള്ള ആൻസർ കിട്ടുന്നുണ്ട് എങ്കിൽ ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ കണ്ടു, വാട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നും ഹും എന്ന് പറഞ്ഞാൽ ആരെ, ആരോട്, ആർക്ക് എന്നാണ്. അപ്പോൾ നമുക്കറിയാം വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ ഒരു ഒബ്ജക്റ്റ്, ഒരു കാര്യമോ ആയിരിക്കും. അതേസമയം ഹും എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ആൻസർ ഒരു വ്യക്തിയായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഐ പോസ്റ്റ് എ റീൽ. ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്യുന്നു. അവിടെ എ റീൽ എന്ന് പറയുന്നത് എന്താണ്? അതിന് ആൻസർ കിട്ടുന്നുണ്ടോ ചോദിച്ചേക്കാം. വാട്ട്, എന്ത് പോസ്റ്റ് ചെയ്യുന്നു? എ റീൽ എന്ന്. അപ്പം അതാണ് അതിലെന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഷീ റീഡ്സ് എ ബുക്ക്. അവളൊരു പുസ്തകം വായിക്കുന്നു. വാട്ട്, എന്ത് വായിക്കുന്നു? എന്ത് പ്രവൃത്തി ചെയ്യുന്നു? എന്താണ്? ബുക്ക് വായിക്കുന്നു. അപ്പോൾ ബുക്കാണെന്ത്? അവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഓരോ വസ്തുക്കളായിരുന്നു, അതാണ്, അല്ലെങ്കിൽ കാര്യമാണ്. അതുകൊണ്ടാണ് വാട്ട് എന്ന ചോദ്യത്തിന് ആൻസർ കിട്ടിയത്. അടുത്തത് നമ്മൾ കണ്ടത് ഹും എന്ന ചോദ്യമായിരുന്നു. അതായത് ഷീ കോൾസ് അച്ചു. അവൾ അച്ചുവിനെ വിളിക്കുന്നു. ചോദിക്കുകയാണ് ഹും. വാട്ടിന് ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? എന്ത് വിളിക്കുന്നു എന്ന് ഇല്ല. അപ്പോൾ ഹും എന്ന് ചോദിച്ചു നോക്കാം. ഷീ കോൾസ് അച്ചു. അവൾ അച്ചുവിനെ വിളിക്കുന്നു. അപ്പോൾ ആരെ വിളിക്കുന്നു എന്നതിന് ആൻസർ ഉണ്ട്. ഹും എന്ന് ചോദിച്ചാൽ അച്ചു. അപ്പോൾ അച്ചുവാണ് അതിലെ ഒബ്ജക്റ്റ്. അനു സേസ് ടു നവീൻ. അനു സേസ് ടു നവീൻ. അതിൽ നമ്മൾ ചോദിക്കുകയാണ് ഹും എന്ന്. ആരോട് പറയുന്നു? അനു ആരോട് പറയുന്നു? ആരോടാ? ടു നവീൻ. അപ്പോൾ നവീൻ എന്നുള്ളതാണ് എന്ത്? അതിലെ ഒബ്ജക്റ്റ്. ആരോട്?
ഒന്നാമത്തേൽ ആരെ വിളിക്കുന്നു, അപ്പോൾ ആൻസർ ഉണ്ട്. രണ്ടാമത് ആരോട് പറയുന്നു, അതിലും ആൻസർ ഉണ്ട്. മൂന്നാമത്തെ വരുന്നത് ഹി സെർവ്സ് ദം, അവൻ അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അദ്ദേഹം അവർക്ക് വിളമ്പുന്നു. അപ്പോൾ ഹും എന്ന് ചോദിക്കുകയാണ്, ആർക്ക് വിളമ്പുന്നു, ആർക്കാണ് ദം എന്ന് പറയുന്നത്. അപ്പം ദമ്മാണ് അതിലെന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹും എന്ന് ചോദിച്ചാൽ കിട്ടുന്നത് നോക്കൂ, ഒക്കെ ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ വ്യക്തികളായിരിക്കും. വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്നത് വസ്തുവോ കാര്യമോ ആയിരിക്കും. അപ്പം ഇതിലേതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് ആൻസർ ഉണ്ട് എങ്കിൽ ആ സെൻറ്റൻസിലെ ആ ആൻസറാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്നതാണ് പ്രൈമറി ഒബ്ജക്റ്റും സെക്കൻഡറി ഒബ്ജക്റ്റും. പ്രൈമറി ഒബ്ജക്റ്റും ഉണ്ട്, സെക്കൻഡറി ഒബ്ജക്റ്റും ഉണ്ട്. നമുക്ക് ഏതാന്ന് നോക്കാം. മൈ മോം ഗീവ്സ് ഫുഡ് ദം. മൈ മോം ഗീവ്സ്, എൻ്റെ അമ്മ നൽകുന്നു. ഫുഡ്, അവിടെ ചോദിച്ചു നോക്കാം നമുക്ക്. വാട്ട്, എന്ത് നൽകുന്നു. ഫുഡ്, അപ്പോൾ ഫുഡാണ് എന്ത് പ്രൈമറി ഒബ്ജക്റ്റ്. ഇനി ആർക്ക് നൽകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അവിടെ ഉണ്ട്, ദം, അവർക്ക്. അപ്പോൾ ദം എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ചില സെൻറ്റൻസുകളിൽ പ്രൈമറി ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും, സെക്കൻഡറി ഒബ്ജക്റ്റും ഉണ്ടായിരിക്കും. ദേ ടെൽ എ സ്റ്റോറി, അവർ ഒരു കഥ പറയുന്നു, നമ്മോട് ഒരു കഥ പറയുന്നു. അപ്പോൾ അതിൽ എ സ്റ്റോറി എന്ന് പറയുന്നത് പ്രൈമറി ഒബ്ജക്റ്റ് ആണ്. എന്ത് പറയുന്നു എന്ന് ചോദിച്ച ആൻസറാണ്. അസ്, ആരോട് എന്ന് പറയുന്നതിന് അസ് എന്ന മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ആൻസർ ഉണ്ട്. അപ്പം അതാണെന്ത് സെക്കൻഡറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചിലതിൽ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ചിലതിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതാണ് പ്രൈമറി ഒബ്ജക്റ്റും സെക്കൻഡറി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് കണ്ടു, വേർബ് കണ്ടു, ഒബ്ജക്റ്റ് കണ്ടു. അടുത്തതാണ് ആഡ്വേർബ് അല്ലെങ്കിൽ അഡ്വേർബിയൽ എന്ന് പറയുന്നത്. അഡ്വേർബ് ഈസ് എ ടേം. അഡ്വേർബ് എന്ന് പറയുന്ന ഒരു പദമാണ്. വിച്ച് ക്യാൻ മോഡിഫൈ, അതിനെന്ത് ചെയ്യാൻ കഴിയും, മോഡിഫൈ ചെയ്യാൻ കഴിയും, അല്ലെ വിപുലീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാൻ കഴിയും. ദ സെൻസ് ഓഫ് എ വേർബ്, വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തോ അതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ കഴിയും ഒരു അഡ്വേർബിന്. അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ അത് മോഡിഫൈ ചെയ്യും. ആൻഡ് അനദർ അഡ്വേർബ്, അല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബിനെയും അതുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പദത്തെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്വേർബ് എന്ന് പറയുന്നത്. ഒരു അഡ്വേർബ് ഒരു വേർബിന് കൂടുതൽ മീനിങ് കൊടുക്കും, ഒരു അഡ്ജക്റ്റീവിന് കൂടുതൽ മീനിങ് കൊടുക്കും, മറ്റൊരു അഡ്വേർബിന് കൂടുതൽ മീനിങ് കൊടുക്കും. അതാണ് എന്ത് അഡ്വേർബ് എന്ന് പറയുന്നത്. An adverb can modify a verb, an adjective and another adverb എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഹി റൺസ് ഫാസ്റ്റ്, അവിടെ റൺസ് എന്ന് പറയുന്നത് വേർബാണ്. ആ ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഒരിക്കലും ഒബ്ജക്റ്റ് അല്ല. എന്ത് എന്നോ ആരോട് ആർക്കും ചോദിച്ചാലോ ആൻസർ കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് നോക്കാം. ഹീയെ അല്ല, പകരം എന്തിനാണ്, റൺസിനെയാണ്. ഓടുന്നു. എങ്ങനെ ഓടുന്നു, ഫാസ്റ്റ്, വേഗത്തിൽ ഓടുന്നു. അപ്പോൾ ഓടുന്നതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വേർബിനെയാണ് അഡ്വേർബ് എന്ത് ചെയ്തത്, വിശേഷിപ്പിച്ചത്. ഫാസ്റ്റ് ആണ് അഡ്വേർബ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ദ വെരി ബ്യൂട്ടിഫുൾ ഗേൾ ഡാൻസസ്, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. അപ്പൊ നോക്കൂ, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു നൗണല്ല, ഒരു അഡ്ജക്റ്റീവാണ്. ഗേള്, എങ്ങനെയുള്ള ഗേള്, ബ്യൂട്ടിഫുൾ ഗേൾ. ഗേൾ എന്ന് പറയുന്നത് നൗണാണ്. നൗണിനെ മോഡിഫൈ ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്, കൂടുതൽ മീനിങ് കൊടുക്കുന്നതായിട്ടുള്ള വേർഡിനെയാണ് എന്തെന്ന് പറയുന്നത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്, ഒരു നൗണിനെയാണ്. അഡ്വേർബ് വിശേഷിപ്പിക്കുന്നത് ഒരു വേർബിനെ. അപ്പോൾ ദ വെരി ബ്യൂട്ടിഫുൾ ഗേൾ, ഇപ്പോൾ ഗേളിനെ വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ആ അഡ്ജക്റ്റീവിനെ വീണ്ടും മറ്റൊരു പദം ഉപയോഗിച്ചുകൊണ്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. അതാണ് വെരി എന്ന് പറയുന്നത്. ദ വെരി ബ്യൂട്ടിഫുൾ ഗേൾ ഡാൻസസ്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെയാണ് വെരി എന്ത് ചെയ്തത്, മോഡിഫൈ ചെയ്തത്. അപ്പോൾ വെരി എന്ന് പറയുന്നത് എന്താണ്, ഒരു അഡ്വേർബാണ്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, ദ ലേണേഴ്സ് ലിസൺ ടു ദ ക്ലാസ് ഹൈലി ഫാസ്റ്റ്. ലേണേഴ്സ് ലിസൺ, ലേണേഴ്സ് എന്ത് ചെയ്യുന്നു, ലിസൺ ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു.
ടു ദ ക്ലാസ്സിലേക്ക്. ഹൈലി ഫാസ്റ്റ്, വളരെ വേഗത്തിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് ശ്രദ്ധിക്കുന്നു, ക്ലാസ് ടേക്ക് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ലിസൺ ഫാസ്റ്റ്, ലിസൺ ചെയ്യുന്നു. ലിസൺ എന്ന് പറയുന്ന വേർബാണ്, അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് എന്താണ്, ഒരു അഡ്വേർബാണ്. ഇനി ഹൈലി എന്ന പദം, അപ്പോൾ ഈ അഡ്വേർബായിട്ടുള്ള ഫാസ്റ്റിനെയാണ് വിശേഷിപ്പിച്ചത്. അപ്പം അതും എന്താണ്, ഒരു അഡ്വേർബാണ്. അപ്പം അതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, എന്താണ്, ഒരു അഡ്വേർബിന്, ഒരു അഡ്ജക്റ്റീവിനെ, നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുമ്പോൾ ഒരു അഡ്വേർബ് ഒരു വേർബിനെ വിശേഷിപ്പിക്കും, ഒരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കും, മറ്റൊരു അഡ്വേർബിനെയും വിശേഷിപ്പിക്കും. അതാണ് അഡ്വേർബ് അല്ലെങ്കിൽ അഡ്വേർബിയൽ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, കോംപ്ലിമെന്റ്. നമ്മൾ സബ്ജക്റ്റ് കണ്ടു, എസ് ഓർ ബേസ് ഫോം ഓഫ് ദ വേർബ് കണ്ടു, ഒബ്ജക്റ്റ് കണ്ടു, അഡ്വേർബിയലും കണ്ടു. അടുത്തതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? കോംപ്ലിമെന്റ് ഈസ് എ ടേം to fulfill the meaning of sentence. Complement is the term to fulfill the meaning of sentence. അപ്പോൾ ഒരു സെൻറ്റൻസിലെ മീനിങ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന പദത്തെയാണ് എന്തെന്ന് പറയുന്നത്, കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതിന് മലയാളത്തിൽ പരിപൂരകം എന്ന് പറയും, പൂരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ്. അപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുന്ന സമയത്ത് അത് മുഴുവനാവാതെ നിൽക്കുന്ന സമയത്ത്, അതിൻ്റെ അർത്ഥം മുഴുവനാവാതെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അപാകത വരുമ്പോൾ അത് പൂർത്തീകരിച്ച് പക്വമായൊരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന അഡീഷണൽ വേർഡ്സ് ആണ്, അധിക പദങ്ങളാണ് എന്തെന്ന് പറയുന്നത്, കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. കോംപ്ലിമെന്റ് വരുന്ന രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അമ്മു ഗോസ് ടു സ്കൂൾ. അമ്മു സ്കൂളിലേക്ക് പോകുന്നു. അമ്മു എന്ന് പറയുന്നത് നമുക്കറിയാം സബ്ജക്റ്റ് ആണ്. ഗോസ് എന്ന് പറയുന്നത് വേർബാണ്. അമ്മു തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് ഗോസ് എന്ന എസ് ഫോം ആണ് ഉപയോഗിച്ചത്. അടുത്ത നോക്കുക, ടു സ്കൂൾ എന്ന് പറയുന്നത് വാട്ട്, എന്ത് പോകുന്നു, ആൻസർ ഉണ്ടോ, ഇല്ല. ഹോം, ആരെ പോകുന്നു, ആരോട് പോകുന്നു, ആർക്ക് പോകുന്നു, അപ്പോഴും ഈ സെന്റൻസിൽ എന്തല്ല, ഒരു ആൻസർ ഇല്ല. പോവുക എന്ന വേർബിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച അഡ്വേർബാണ്, അതുമല്ല. പിന്നെ എന്താണത്, ടു സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, അത് ആ സെന്റൻസ് അമ്മു ഗോസ് എന്ന് പറയുമ്പോൾ, പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മുഴുവനായിട്ടൊരു മീനിങ് ആണ് ലഭിക്കുന്നില്ല. അമ്മ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളൊരു ചിന്ത വരും അല്ലേ. അപ്പോൾ ആ സെന്റൻസിന് ഫുൾ മീനിങ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ സെൻസ് അല്ലെങ്കിൽ മീനിങ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്, കോംപ്ലിമെന്റ് അല്ലെങ്കിൽ പൂരകം എന്ന് പറയുന്നത്. അപ്പോൾ ടു സ്കൂൾ എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ്. അമ്മു ഗോസ് ടു സ്കൂൾ. അജു വിസിറ്റ്സ് ദി ഹോസ്പിറ്റൽ ആണ്. ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലിമെന്റ് ആണ്. അവിടെ നമ്മൾ ദ ഹോസ്പിറ്റൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അമ്മു ഗോസ് ടു സ്കൂൾ എന്നുള്ളൂ, ടു ദ സ്കൂൾ എന്നില്ല. അതായത് ഒരു വ്യക്തി സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിന് മുമ്പിൽ എന്ത് കൊടുക്കണ്ട, ദാന്ന് ചേർക്കണ്ട. അമ്മു എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ആ സ്കൂളിലെ ടീച്ചറോ ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, ദ എന്ന് ചേർക്കണ്ട. അവർ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകുന്നതാണ്, അതുകൊണ്ട് ടു സ്കൂൾ എന്ന് മതി. എന്നാൽ അതേസമയം അമ്മു എന്ന് പറയുന്നത് ഒരു അമ്മയാണ് അല്ലെങ്കിൽ ഒരു അച്ഛനാണ്. അപ്പോൾ കുട്ടിയെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് പോകണമെന്നും പോകില്ല, എന്തെങ്കിലേ പോവുകയുള്ളൂ, ഒക്കേഷണൽ കേസിൽ മാത്രമേ പോകുന്നുള്ളൂ. അങ്ങനെയാവുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ദ എന്ന് ഉപയോഗിക്കണം, ടു ദ സ്കൂൾ എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ അമ്മു ഒരു ലേണറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അതുകൊണ്ട് തന്നെ അമ്മു ഡെയിലി പോകുന്നതാണ്. അപ്പോൾ അമ്മു ഗോസ് ടു സ്കൂൾ, അമ്മു സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയും. അജു വിസിറ്റ്സ് ദ ഹോസ്പിറ്റൽ, അജു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നു. അജു എന്നും പോകാത്ത ആളാണ്. ഒന്നുകിൽ അജു ഒരു പേഷ്യൻ്റോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കാണാൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ അയാൾ എന്നും അവിടെ പോകുന്നില്ല. അവിടെ ഡോക്ടേഴ്സിന്, സിസ്റ്റർമാർ, നഴ്സുമാരൊക്കെ ആണെങ്കിൽ, ഫാർമസിസ്റ്റ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ, മെഡിക്കൽ ഫീൽഡിൽ, മെഡിസിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റൽ എന്ന് മതി. അതേസമയം എന്നും പോകാത്തൊരു വ്യക്തി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദം ദ ഹോസ്പിറ്റൽ എന്നാണ്. അപ്പം നമുക്ക് ഈ വേർഡുകൾ രണ്ടും, അതായത് ടു സ്കൂൾ എന്ന് പറയുന്നത് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റും അല്ല അഡ്വേർബും അല്ല. നെയ്തർ ദി ഒബ്ജക്റ്റ്
നോർ, നോട്ടല്ല. നൈദർ ദി ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ നോറാണ്. നോർ, ഇവിടെ നോട്ട് എന്നായിപ്പോയതാണ്. നൈദർ ദി ഒബ്ജക്റ്റ് നോർ ദ അഡ്വേർബ്. ഇതിപ്പോൾ ഒബ്ജക്റ്റും അല്ല അഡ്വേർബും അല്ല. പിന്നെന്താണ്? ബട്ട് ദി കോംപ്ലിമെന്റ്. ആ വേർഡുകളൊക്കെ എന്താണ്? കോംപ്ലിമെന്റ് ആണ്, പരിപൂരകങ്ങളാണ്. അപ്പോൾ അതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി ഇവിടെ എത്തിയത്. അപ്പോൾ വീണ്ടും നമ്മൾ സ്ട്രക്ചറിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഓരോന്ന് പഠിച്ച് വീണ്ടും മുഴുവനായിട്ടുള്ള സ്ട്രക്ചറിലേക്ക് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ആണ്. സെക്കൻഡ് വരുന്നത് യെസ് ഓർ ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. തേർഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്വേർബ്, അതും അല്ലെങ്കിൽ കോംപ്ലിമെന്റ്, അങ്ങനെ പോകുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സബ്ജക്റ്റ് പഠിച്ചു, വേർബ് പഠിച്ചു, ഒബ്ജക്റ്റ് പഠിച്ചു, അഡ്വേർബ് പഠിച്ചു, കോംപ്ലിമെന്റ് പഠിച്ചു. ഇനി നമുക്കതെല്ലാം ചേർത്ത് വെച്ചാൽ സെന്റൻസ് ആയി. അപ്പം നമ്മളിവിടെ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരെ ചെയ്യുന്നു എന്നായിരിക്കും. ഏത് പ്രവൃത്തിയാണോ നമ്മൾ പറയുന്നത് അത് ചെയ്യുന്നു എന്നാണ് മീനിങ് വരിക. ചെയ്തു എന്നോ ചെയ്യുമെന്നോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊന്നുമല്ല വരുന്നത്, ചെയ്യുന്നു എന്ന്. ഇപ്പൊ പഠിക്കുക എന്നാണെങ്കിൽ പഠിക്കുന്നു, കളിക്കുക എന്നാണെങ്കിൽ കളിക്കുന്നു എന്നുള്ള മീനിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അജു മീറ്റ്സ് അമ്മു. അജു അമ്മുവിനെ കണ്ടുമുട്ടുന്നു അല്ലെങ്കിൽ കാണുന്നു എന്ന് പറയും. അജു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, മീറ്റ്സ് എന്ന് പറയുന്നത് വേർബ് ആണ്, അമ്മു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അജു സിംഗുലർ ആയതുകൊണ്ട് മീറ്റ്സ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ അജു അമ്മുവിനെ കണ്ടുമുട്ടുന്നു. ദെൻ സെക്കൻഡ് വൺ, ഷിനു വാട്സാപ്സ് ജിനു. ഷിനു എന്ത് ചെയ്യുന്നു? ജിനുവിന് വാട്സാപ്പ് ചെയ്യുന്നു. ഷിനു ജിനുവിന് വാട്സാപ്പ് ചെയ്യുന്നു എന്നാണ്. വാട്സാപ്പ് ചെയ്യുന്നു, കണ്ടുമുട്ടുന്നു, അങ്ങനെ ചെയ്യുന്നു എന്നാണ് ഈ സെന്റൻസിൽ മീനിങ് എഴുതിയാൽ ഒരു വേർഡ് ഒരു സെന്റൻസ് എഴുതിയാൽ അതിൻ്റെ മീനിങ് വരുന്നത്. തേർഡ് എക്സാമ്പിൾ ആണ് എന്ത്? ദേ സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. അവർ പഠിക്കുന്നു എന്ത്? ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. അപ്പോൾ അവർ ഇംഗ്ലീഷ് വ്യാകരണം പഠിക്കുന്നു. ദേ സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോൾ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, സ്റ്റഡി എന്ന് പറയുന്നത് വേർബ്, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ സ്റ്റഡീസ് എന്ന് ഉപയോഗിക്കില്ല, പകരം സ്റ്റഡി എന്നാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ സ്റ്റഡീസ് എന്ന് ഉപയോഗിക്കാമായിരുന്നു. വി റൈറ്റ് ദി എക്സാം. നാം പരീക്ഷ എഴുതുന്നു. അപ്പോൾ വി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റൈറ്റ് എന്ന് പറയുന്ന വേർബ്, ദി എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. അപ്പോൾ നാം പരീക്ഷ എഴുതുന്നു. അപ്പോൾ സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ ഏതാണ് ആ വേർബ്? അത് ചെയ്യുന്നു എന്നാണ്. അത് ആരാണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ആ വേർബ് ചെയ്യുന്നു എന്നാണ് എൻ്റെ മീനിങ് വരുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ വരുന്നത് ഇങ്ങനെ SVO എന്നും മലയാളത്തിൽ വരുന്നത് SOV എന്നാണ്. നമുക്കത് നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാവുക. ടി പത്മനാഭൻ റൈറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. മലയാളത്തിൽ മനോഹരമായിട്ടുള്ള കുറെ ചെറുകഥകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ടി പത്മനാഭൻ. ടി പത്മനാഭൻ എന്ന് പറയുന്നത് റൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്ന വേർബ്, എഴുതുക എന്ന് പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. ആരാണ് എഴുതുന്നത് ചോദിച്ചാൽ ആൻസർ ഉണ്ട് ടി പത്മനാഭൻ എന്ന്. അപ്പൊ ടി പത്മനാഭൻ എന്ന് പറയുന്നത് അടുത്ത് എന്താണ്? സബ്ജക്റ്റ് ആണ്. അടുത്തത് റൈറ്റ്സ്, പ്രവൃത്തിയാണ്. അതാണ് എന്ത്? വേർബ്, പ്രവൃത്തി. ഒബ്ജക്റ്റ്, എഴുതുന്നു. എന്താ എഴുതുന്നത്? ഒബ്ജക്റ്റ് ആണ്. എ ഷോർട്ട് സ്റ്റോറി, എന്തെഴുതുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുകഥ, ഒന്ന് ഉത്തരം കിട്ടും. അതാണ് അതിലെ ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇനി നമ്മൾ അതേ സെന്റൻസ് മലയാളീകരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ടി പത്മനാഭൻ ഒരു ചെറുകഥ എഴുതുന്നു. അപ്പോൾ ഫസ്റ്റിൽ വന്നിട്ടുള്ള എന്താണ്? സബ്ജക്റ്റ് തന്നെയാണ്. അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ടി പത്മനാഭൻ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതേസമയം രണ്ടാമത് വരുന്നത് ഇംഗ്ലീഷിൽ രണ്ടാമത് വരുന്നത് വേർബാണ്. എന്നാൽ മലയാളത്തിൽ രണ്ടാമത് വരുന്നത് ഒബ്ജക്റ്റ് ആണ്.
ഇനി ഇംഗ്ലീഷിൽ മൂന്നാമതാണ് ഒബ്ജക്റ്റ് വരുന്നത്, അതേസമയം മലയാളത്തിൽ മൂന്നാമത് വേർബാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റാണ്. പിന്നെ ഇംഗ്ലീഷിലാകുമ്പോൾ രണ്ടാമത് വരുന്നത് വേർബ്, മൂന്നാമത് വരുന്നത് ഒബ്ജക്റ്റാണ്. അതേസമയം മലയാളത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത് വരുന്നത് ഒബ്ജക്റ്റും മൂന്നാമത് വരുന്നത് വേർബുമാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇംഗ്ലീഷിൽ SVO സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ SVC സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെന്റ്, അതും അല്ലെങ്കിൽ SVA സബ്ജക്റ്റ് വേർബ് അഡ്വർബിയൽ. അപ്പോൾ ഇംഗ്ലീഷിൽ വരുന്നത് സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്, അതല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് കോംപ്ലിമെന്റ്, അതല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് അഡ്വർബിയൽ. നമുക്കറിയാം ലാസ്റ്റ് വന്ന സ്ട്രക്ചറിൽ ലാസ്റ്റ് വന്നത് ഒന്നുകിൽ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ അഡ്വർബിയൽ എന്നായിരുന്നു. അപ്പോൾ SVO എന്ന പാറ്റേണിലാണ് ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുന്നത്. എന്നാൽ അതേസമയം മലയാളത്തിലേക്ക് വരുമ്പോൾ SOV എന്നാണ്, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് എന്നാണ്. അതാണ് നമ്മളിവിടെ കണ്ടത്. T. പത്മനാഭൻ റൈറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. രണ്ടിലും ഫസ്റ്റ് വരുന്നത് എന്താണ്? T. പത്മനാഭൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ് വരുന്നത്. അതേസമയം രണ്ടാമത് ഇംഗ്ലീഷിൽ വരുന്നത് വേർബ് ആണെങ്കിൽ മലയാളത്തിൽ വരുന്നത് ഒബ്ജക്റ്റാണ്. അതുപോലെ തന്നെ മൂന്നാമത് ഇംഗ്ലീഷിൽ വരുന്നത് ഒബ്ജക്റ്റാണ്, അതേസമയം മലയാളത്തിൽ ലാസ്റ്റ് വരുന്നത് വേർബാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം മലയാളത്തിലൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിൻ്റെ SOVയും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ SVOയുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. എന്താണ്? ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ മലയാളീകരിക്കുന്ന സമയത്ത്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് അതേ സ്ട്രക്ചറിൽ മലയാളം പറയരുത്. പകരം ഒബ്ജക്റ്റും വേർബും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം മാറുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെയും പൊസിഷന് പരസ്പരം മാറുന്നുണ്ട്. ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. SVO എന്നുള്ളത് എന്താക്കണം? SOV എന്നതിൽ എഴുതണം. ഇനി മലയാളത്തിലാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ മലയാളത്തിലൊരു സെൻറ്റൻസ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അത് ഇംഗ്ലീഷിലേക്കും നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് മലയാളത്തിലുള്ളത് SOV ആണ്. അതേസമയം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SVO എന്ന സ്ട്രക്ചറിലാണ്. ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ SVO പാറ്റേണിലും മലയാളത്തിലൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ SOV പാറ്റേണിലുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ വരെയാണ് പഠിച്ചത്, സിമ്പിൾ പ്രസൻറ്റിൻ്റെ. ഇനി അടുത്തത് വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്, അതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത കേസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.